നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താല, പൊന്നാനി, കൂറ്റനാട്, പടിഞ്ഞാറങ്ങാടി എന്നീ പ്രധാന പാതകളെ ബന്ധിപ്പിക്കുന്ന വട്ടത്താണി മലറോഡ് നിർമ്മാണം പൂർത്തിയായി. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3,27,29,869 രൂപ ചിലവഴിച്ചാണ് 4.5 കിലോമീറ്റർ ദൂരം ആധുനിക രീതിയിൽ റോഡ് നിർമ്മിച്ചത്. തകർന്നു തരിപ്പണമായ പഴയ റോഡ് പൂർണ്ണമായും പൊളിച്ചുമാറ്റിയ ശേഷമാണ് പുതിയ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. റോഡ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി 10 കലുങ്കുകളും ഒരു നിലംപതിയും പുതുക്കി നിർമ്മിച്ചു. 5 വർഷം പരിപാലന കാലാവധിയോടെയാണ് പുതിയ പാതയുടെ നിർമ്മാണം. ഭാരത സർക്കാർ ഗ്രാമവികസന വകുപ്പ് നേതൃത്വത്തിലാണ് നിർമ്മാണ ജോലികൾ നടന്നത്. പാത യാഥാർത്ഥ്യമായതോടെ പട്ടിത്തറ പഞ്ചായത്തിലെ കക്കാട്ടിരി, കാശാമുക്ക്, മല, ധർമ്മഗിരി വാർഡുകളിലുള്ളവരുടെ വർഷങ്ങളായുള്ള യാത്രാ ദുരിതത്തിന് അറുതിയായി. തൃശൂർ ജില്ലയിൽ നിന്നും ചാലിശ്ശേരി, പെരുമണ്ണൂർ വഴി മല വട്ടത്താണി റോട്ടിലൂടെ വെള്ളിയാങ്കല്ലെ പൈതൃക പാർക്കിലേക്കും കോഴിക്കോട് ഭാഗത്തേക്ക് എളുപ്പമാർഗമായും റോഡിന് ഉപയോഗിക്കാം. തൃത്താല, പൊന്നാനി, കൂറ്റനാട്, പടിഞ്ഞാറങ്ങാടി എന്നീ പ്രധാന പാതകളിൽ ഗതാഗത തടസ്സം നേരിടുന്ന സാഹചര്യങ്ങളിൽ സമാന്തര പാതയെ ഉപയോഗിക്കുന്നതും വട്ടത്താണി മല റോഡിനെയാണ്. CCTV ന്യൂസ്, തൃത്താല. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ പുന്നശ്ശേരി അനുസ്മരണവും സ്മാരക പ്രഭാഷണവും സംഘടിപ്പിച്ചു. ഡോക്ടർ സി രാജേന്ദ്രൻ പുന്നശ്ശേരി സ്മാരക പ്രഭാഷണം നടത്തി വിവിധ എൻഡോമെന്റുകളും വിതരണം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ അധ്യാപക രക്ഷാകർതൃ സമിതിയുടെയും സംസ്കൃത വിഭാഗത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് പുന്നശ്ശേരി അനുസ്മരണവും സ്മാരക പ്രഭാഷണവും സംഘടിപ്പിച്ചത്. കോളേജ് സെമിനാർ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം പ്രിൻസിപ്പൽ ഇൻചാർജ് പ്രൊഫസർ CD ദിലീപ് ഉദ്ഘാടനം ചെയ്തു. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ തസ്മൈ ശ്രീ ഗുരവേ നമഃ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരു എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ്, ക്രിയേറ്റർ. ഗുരു എന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ്, ദ ജനറേറ്റർ, ദ മോട്ടിവേറ്റർ. ഗുരു എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയറാണ്, പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ. ഒരു ഗുരു എന്ന് പറഞ്ഞാൽ നമ്മൾ നന്മകളുടെ ക്രിയേറ്ററും നമ്മൾ ഉണ്ടാക്കുന്ന ആളും, അതുപോലെ നമ്മുടെ തിന്മയെ ഡിസ്ട്രോയ് ചെയ്യുന്ന ആളാണ്, നശിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മളെല്ലാ അധ്യാപകരോടും പറയാനുള്ള എനിക്ക് വാല്യൂസ് ഓഫ് ടീച്ചർ. ഒരു ടീച്ചർ വാല്യൂസിൽ കൊണ്ടുവേണം കുട്ടികളുടെ മുന്നോട്ട് വരാൻ. പുന്നശ്ശേരിയുടെ ശിഷ്യൻ അസൈനാർ വൈദ്യരുടെ മകൻ ഡോക്ടർ മുഹമ്മദ് കുട്ടി ഗുരുസ്മരണ നിർവഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സംസ്കൃത വിഭാഗം റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ സി രാജേന്ദ്രൻ പുന്നശ്ശേരി സ്മാരക പ്രഭാഷണം നടത്തി. ഭാഷ എന്ന പ്രഹേളിക, അർത്ഥവും അനർത്ഥവും എന്ന വിഷയത്തിലായിരുന്നു പ്രഭാഷണം. വലിയ പണ്ഡിതനായിട്ടുള്ള സ്റ്റാളിൻ്റെ സുചിന്തിതമായിട്ടുള്ള അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഭാഷാശാസ്ത്രത്തെക്കുറിച്ച്, ഭാഷയുടെ തത്വശാസ്ത്രത്തെക്കുറിച്ച്, ഭാഷാശാസ്ത്രമല്ല, അപ്പോൾ വാക്കുകൾക്കൊക്കെ വ്യത്യാസമുണ്ട്. ഭാഷാശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഭാഷയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ്. ഭാഷയുടെ തത്വശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഭാഷയെക്കുറിച്ചിട്ട് എന്താണ് ഭാഷ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളുടെ ദാർശനികമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഭാഷാ തത്വശാസ്ത്രം. ഫിലോസഫി ഓഫ് ലാംഗ്വേജ് ആണ് അത് ഇന്ത്യയിലുണ്ടായിട്ടുള്ളതിനെക്കുറിച്ചിട്ട് അദ്ദേഹം മനോഹരമായിട്ടൊരു പ്രബന്ധം കുറച്ചു കാലം മുമ്പ് എഴുതിയിട്ടുണ്ട്. സംസ്കൃത വിഭാഗം അധ്യക്ഷൻ ഡോക്ടർ A വാസു അധ്യക്ഷനായിരുന്നു. PTA വൈസ് പ്രസിഡന്റ് VT ശോഭന, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K രാജൻ, ഡോക്ടർ HK സന്തോഷ്, PK ബാലകൃഷ്ണൻ, MK സഹൽ മുഹമ്മദ്, അശ്വതി പ്രകാശ്, ഷർമിള K തങ്കപ്പൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. KP നാരായണ പിഷാരടി ഏർപ്പെടുത്തിയ പുന്നശ്ശേരി എൻഡോമെന്റ്, ചേർത്തല വിഷ്ണു നമ്പൂതിരി മെമ്മോറിയൽ എൻഡോമെന്റ്, ഡോക്ടർ MT മുരളീധരൻ ഏർപ്പെടുത്തിയ KVM മെമ്മോറിയൽ എൻഡോമെന്റ് എന്നിവയും വിതരണം ചെയ്തു. റാങ്ക് ജേതാക്കൾക്കുള്ള അനുമോദനവും നൽകി. തൊഴിലും കൂലിയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ചുമട്ടുതൊഴിലാളികളുടെ താലൂക്ക് ഓഫീസ് മാർച്ച്. ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU ജില്ലാ വൈസ് പ്രസിഡന്റ് C ശ്രീകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. തൊഴിലും കൂലിയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പട്ടാമ്പി തൃത്താല ഡിവിഷനിൽ നിന്നുള്ള പ്രവർത്തകരാണ് മാർച്ചിൽ അണിനിരുന്നത്. മേലെ പട്ടാമ്പിയിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്.
തുടർന്ന് താലൂക്ക് ഓഫീസിൽ നടന്ന ധർണ ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU ജില്ലാ വൈസ് പ്രസിഡന്റ് C. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളികൾ ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ മാത്രമാണ് സംഘടിത സ്വഭാവത്തോടുകൂടി നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ ചുമട്ടുതൊഴിലാളികൾക്ക് വേണ്ടി ഒരു നിയമം നിലനിൽക്കുന്നത് ഈ കേരളത്തിൽ മാത്രമാണ്. ആ നിയമം ഉണ്ടാക്കിയതിന് ശേഷം ഇന്നേ തീയതി വരെ ആ നിയമത്തിൽ ഒരു ഭേദഗതി ഉണ്ടായിട്ടില്ല. ഇത് ഉണ്ടാക്കുന്ന കാലത്ത്, ബോർഡ് വരുന്ന കാലത്ത് ഉണ്ടായിരുന്ന തൊഴിലാളികളല്ല ഇന്ന് പല സ്ഥലത്തും ജോലി ചെയ്യുന്ന തൊഴിലാളികൾ. ആ കാലഘട്ടം മാറിയതിനനുസരിച്ച് ചുമട്ടുതൊഴിലാളി മേഖലയിൽ അടിയന്തരമായ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഈ മേഖലയിലെ തൊഴിലാളികൾ വഴിയാധാരമായി പോകും. ആ വഴിയാധാരമായി പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാരിനോട് ഈ മേഖലയിൽ ഒരു നിയമ ഭേദഗതി അടിയന്തരമായി കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. മറ്റെല്ലാ മേഖലയിലെ തൊഴിലാളികൾക്കും അവൻ എടുക്കുന്ന തൊഴില് അവൻ എടുക്കാനുള്ള അവകാശമുണ്ട്. MV അബ്ദുൽ ഖാദർ അധ്യക്ഷനായിരുന്നു. PC വാസു, K. സുരേഷ് കുമാർ, P. ദിവാകരൻ, K. സതീഷ് കുമാർ, K. വാസു, K. സുരേന്ദ്രൻ, ഷൽജി T. അബ്ദുള്ള തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ 3 നോമ്പ് ആചരിച്ചു. നിനവെ പട്ടണത്തിൽ യോന പ്രവാചകൻ 3 ദിവസം തിമിംഗല മത്സ്യത്തിനകത്ത് അകപ്പെട്ടതിന്റെ സ്മരണ പുതുക്കിയാണ് നോമ്പാചരണം നടത്തിയത്. 2 ദിവസങ്ങളിൽ വിവിധ കുരിശുതൊട്ടികളിൽ കറി വിതരണം നടത്തി. ബുധനാഴ്ച വൈകിട്ട് സുറിയാനി ചാപ്പലിൽ വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ സന്ധ്യാനമസ്കാരത്തിന് നേതൃത്വം നൽകി. ആശീർവാദവും സ്ലീബാവണക്കവും ഉണ്ടായി. സുറിയാനി ചാപ്പലിൽ വിശ്വാസികൾ വീടുകളിൽ നിന്നെത്തിച്ച പലഹാരങ്ങൾ വികാരി വാഴ്ത്തി. തുടർന്ന് വിശ്വാസികൾ എല്ലാവർക്കും മധുരം നൽകി കറി നേർച്ചയും ഭക്ഷണ വിതരണവും നടത്തി. നോമ്പ് സമാപന ദിവസം വ്യാഴാഴ്ച രാവിലെ വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. നിരവധി പേർ നോമ്പാചരണത്തിൽ പങ്കെടുത്തു. കറി വിതരണത്തിന് വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിസ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. CCTV ന്യൂസ് തൃത്താല. ഇടവേള. തലമുറകൾ തോറും വളരുന്ന സ്നേഹം പൊന്നായി മാറട്ടെ. പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം തികച്ചും സൗജന്യമായി. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിലേക്ക്. പട്ടാമ്പി BRCയിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഇതോടൊപ്പം BRCയുടെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കിയ ഷോർട്ട് ഫിലിമിന്റെ ആദ്യ പ്രദർശനവും നടന്നു. മുഹമ്മദ് മുസിൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ തനിച്ചല്ല നിങ്ങൾ, ഞങ്ങളുമുണ്ട് കൂടെ എന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി പട്ടാമ്പി BRCയുടെ നേതൃത്വത്തിലാണ് ഹ്രസ്വചിത്രം തയ്യാറാക്കിയത്. കലാമണ്ഡലം കൃഷ്ണകുമാർ സംവിധാനം നിർവഹിച്ച ഹനാൻ ദ റേ ഓഫ് ഹോപ്പ് എന്ന ഹ്രസ്വചിത്രമാണ് പട്ടാമ്പി BRCയിൽ നടന്ന ചടങ്ങിൽ പുറത്തിറക്കിയത്. മുഹമ്മദ് മോസിൻ MLA വീഡിയോ പ്രകാശനം നിർവഹിച്ചു. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ പതിയുന്ന രീതിയിൽ നന്നായി അഭിനയിക്കുകയല്ല, ജീവിക്കുകയാണ് ചെയ്തത്, അല്ലെ? അഭിനയിക്കുകയല്ല, പക്ഷെ നന്നായി അത് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞതെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ സ്വിച്ച് ഓൺ കർമ്മം കൂടി ഇതിന്റെ ഭാഗമായി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നല്ല, നമ്മുടെ ഇവിടുത്തെ ട്രെയിനർമാരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇത് നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ലൊരു സംരംഭമാണ് ഇത്. ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടതല്ല, തുടർന്ന് കൊണ്ടുപോകണം. കാരണം സമൂഹത്തിന് പലപ്പോഴും എന്താണ് ഭിന്നശേഷി, എന്താണ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത്, എന്താണ് ഓട്ടിസം, എന്താണ് MR, അത് അനുഭവിക്കുന്ന കുട്ടികളാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും എങ്ങനെയായിരിക്കും, ഇതിനെക്കുറിച്ച് എല്ലാവർക്കും വേണ്ടത്ര കാഴ്ചപ്പാടുണ്ടാവില്ല. ഒരു കാലത്ത് സമൂഹത്തിനാകെ കാഴ്ചപ്പാടില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ഒരുപാട് മാറ്റം വന്നു, നിയമങ്ങൾ വന്നു, അല്ലെ? PWD ആക്ട്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട്, അത് വന്നു. അതിനുശേഷം വന്ന പല മാറ്റങ്ങളും ഉണ്ട്. ഇപ്പൊ നമ്മുടെ
സംവിധാനങ്ങളൊക്കെ ഭിന്നശേഷി പരിഗണന കൂടി നൽകണമെന്ന് വന്നു. ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സെറിബ്രൽ പാൾസി വെല്ലുവിളി നേരിടുന്ന ഫാത്തിമ ഹനാൻ എന്ന വിദ്യാർത്ഥിനിയാണ്. ചുണ്ടമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹനാൻ. ആയിരങ്ങളുടെ പ്രതിനിധിയായും പ്രകാശമായും പ്രചോദനവുമായാണ് ഈ കൊച്ചുമിടിക്ക് കാണുന്നത്. പട്ടാമ്പി BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ സന്ദീപ് പട്ടാമ്പി, ലീന ഷാജി എന്നിവരോടൊപ്പം രേഷ്മ റെമിൽ എന്ന രക്ഷിതാവും ചിത്രത്തിൽ പ്രധാന വേഷമിട്ടിട്ടുണ്ട്. പട്ടാമ്പി BPC VP മനോജിന്റെ അധ്യക്ഷതയിലായിരുന്നു പ്രകാശന ചടങ്ങ്. നഗരസഭാ കൗൺസിലർ ശ്രീനിവാസൻ, ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ ജയപ്രകാശ്, ട്രെയിനർ TK സ്മിത, CP ലക്ഷ്മി, C നിത്യ, M അബ്ദുൽ സത്താർ, KA സുഷ്മ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടൊപ്പം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള ചലനസഹായ ഉപകരണങ്ങളുടെ വിതരണവും നടന്നു. BRC തല ഉദ്ഘാടനവും മുഹമ്മദ് മൂസിൻ MLA നിർവഹിച്ചു. 39 കുട്ടികൾക്കായാണ് ആദ്യഘട്ടത്തിൽ 77 ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. പാരമ്പര്യ കലയായ ചവിട്ടുകളിയെ കഴിഞ്ഞ അരനൂറ്റാണ്ടുകാലമായി നെഞ്ചിലേറ്റിയ തങ്കമ്മയെ ഒടുവിൽ തേടിയെത്തിയത് സംസ്ഥാന ഫോക്ലോർ പുരസ്കാരം. പട്ടാമ്പി വള്ളൂർ സ്വദേശിനിയായ തങ്കമ്മ 75ന്റെ നിറവിലും ചവിട്ടുകളി രംഗത്ത് സജീവമാണ്. നേരത്തിനായി പോകുമ്പോ നൂലും ചാരടുണ്ടോ ചവിട്ടി നേരത്താനേ കോഴിക്കോട്ടങ്ങാടി നേരത്തിനായി പോകുമ്പോ നൂലും ചാരടുണ്ടോ ചവിട്ടി നേരത്താനേ ബംഗാളി പാടുമ്പോ പാടി കളിക്കുമ്പോ നൂലും ചാരടുണ്ടോ ചവിട്ടി നേരത്താനേ. കഴിഞ്ഞ ദിവസമാണ് 2022 സംസ്ഥാന ഫോക്ലോർ പുരസ്കാരം പ്രഖ്യാപിച്ചത്. ചവിട്ടുകളി കലാകാരിയായ പട്ടാമ്പി വള്ളൂർ പറക്കാട് നായുപറമ്പിൽ തങ്കമ്മയും പുരസ്കാരത്തിന് അർഹത നേടി. പുരസ്കാരം ലഭിച്ചുവെന്ന് കരുതി തന്റെ തൊഴിൽപ്പ് തൊഴിൽ ഒഴിവാക്കി ആഘോഷിക്കാനൊന്നും തങ്കമ്മ പോയില്ല. വ്യാഴാഴ്ച രാവിലെ തന്നെ പറക്കാട് തൊഴിൽപ്പ് തൊഴിൽ ഏർപ്പെട്ട തങ്കമ്മയെയാണ് കാണാനായത്. സഹപ്രവർത്തകർക്കൊപ്പം പുരസ്കാരത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ച് തൊഴിൽ സജീവമാകുകയായിരുന്നു തങ്കമ്മ. മാതാപിതാക്കളിൽ നിന്നുമാണ് തങ്കമ്മ പാരമ്പര്യ കലയായ ചവിട്ടുകളിയുടെ ആദ്യ പാഠങ്ങൾ അഭ്യസിച്ചത്. അരനൂറ്റാണ്ട് കാലമായി ഈ മേഖലയിൽ തങ്കമ്മയുണ്ട്. 12ാം വയസ്സിൽ കളത്തിലിറങ്ങിയ തങ്കമ്മ 75ന്റെ നിറവിലും ചവിട്ടുകളിയിൽ സജീവമാണ്. തങ്കമ്മയുടെ നേതൃത്വത്തിലുള്ള 30 അംഗ സംഘം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചവിട്ടുകളി അവതരിപ്പിച്ചിട്ടുണ്ട്. പുരസ്കാരം ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്ന് തങ്കമ്മയും പ്രതികരിച്ചു. ഒരു 10-30 കൊല്ലമൊക്കെ ആയിരുന്നു ഈ പരിപാടിയിൽ ഞങ്ങളിങ്ങനെ പോയി തുടങ്ങിയിട്ട്. ഞങ്ങളെ അച്ഛനും അമ്മയും ഞങ്ങളെ കാരണന്മാരായ കാലത്ത് ഈ പരിപാടി നടത്തിയിരുന്നതാണ്. ഞങ്ങൾ കുട്ടികളാകുമ്പോൾ ഇത് പോയി ശീലിച്ച് വന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിത് അത് പഠിഞ്ഞു. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു കലയോട് കൂടി ഞങ്ങളിങ്ങനെ കൊണ്ടടക്കുന്നുണ്ട്. ആ കലയിൽ പോയിട്ടാണ് ഇപ്പോൾ അങ്ങനെ അതായി തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. വേറെ മറ്റുള്ള പണിക്കൊന്നും വയ്യ. ഇനിയിപ്പോൾ വയസ്സായവർക്ക് ഇല്ലല്ലോ. സന്തോഷമുണ്ട്. വാർദ്ധക്യത്തിലും ഈ പാരമ്പര്യ കല അന്യം നിന്ന് പോകരുതെന്ന് കരുതിയാണ് ഈ രംഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇന്ന് യുവതലമുറയ്ക്ക് ചവിട്ടുകളിൽ പരിശീലനവും ഇവർ നൽകുന്നുണ്ട്. കുടുംബാംഗങ്ങളുടെ പിന്തുണയും ഈ രംഗത്ത് തുടരാൻ തങ്കമ്മയെ പ്രേരിപ്പിക്കുന്നു. തൊഴിലുറപ്പ് തൊഴിലിനിടയിലും ഒപ്പമുള്ളവരും തങ്കമ്മയ്ക്കൊപ്പം ചവിട്ടുകളി ഗാനങ്ങൾ ആലപിച്ച് പൂർണ്ണ പിന്തുണ നൽകുകയാണ്. ഭൂമിക്കാരെ ഭൂമിയുടെ ദേശക്കാരെ ഭൂമിനോരൊന്ന് ഉണർത്തി തേരി ഭൂമിയുടെ ദേശക്കാരെ എൻ്റെ അച്ഛ മുത്തച്ഛ കരുണമാരെ നിങ്ങളെ വിളിച്ചിട്ടിറങ്ങണു ഞാനേ നിങ്ങളെ വിളിച്ചിട്ടിറങ്ങണു ഞാനേ നിങ്ങളെ കുരുത്തം പോരുത്തം വേണം നിങ്ങളെ പൊരുത്തം വേണേ. ആനക്കര പോട്ടൂർക്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മകരപ്പത്ത് ഉത്സവം ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾ, ഉച്ചയ്ക്ക് ശേഷം എഴുന്നള്ളിപ്പ്, പൂതൻ, തിറ, മുല്ലപ്പന്തലിൽ വേല എന്നിവ നടന്നു. തുടർന്ന് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വരവുകളുമുണ്ടായി. ദീപാരാധനയ്ക്ക് ശേഷം വെടിക്കെട്ട്, രാത്രിയിൽ തായമ്പക, ഗാനമേള, എഴുന്നള്ളിപ്പ്, കനലാട്ടം എന്നിവയും നടന്നു.
UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഒഴിവ് വന്ന തസ്തികകളിൽ ജീവനക്കാരെ നിയമിക്കാതെ വിവേചനം കാണിക്കുന്ന സർക്കാർ നടപടിക്കെതിരെയും CPM ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ പ്രതിപക്ഷ മെമ്പർമാർക്ക് ഫണ്ട് അനുവദിക്കാതെ പക്ഷപാതപരമായ നിലപാടെടുക്കുന്ന ഭരണസമിതികൾക്കെതിരെയും ജില്ലയിലെ കോൺഗ്രസ് മെമ്പർമാർ ഫെബ്രുവരി 5-ാം തീയതി നടത്തുന്ന പാലക്കാട് കളക്ടറേറ്റ് ധർണ വിജയിപ്പിക്കുന്നതിന് കൂറ്റനാട് രാജീവ് ഭവനിൽ ചേർന്ന കൺവെൻഷനിൽ തീരുമാനിച്ചു. കൺവെൻഷൻ RGPRS തൃത്താല നിയോജക മണ്ഡലം ചെയർമാൻ ബാബ മാളിയേക്കലിന്റെ അധ്യക്ഷതയിൽ DCC പ്രസിഡന്റ് A. തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. RGPRS പാലക്കാട് ജില്ലാ ചെയർമാൻ ഷൊർണൂർ വിജയൻ, RGPRS ജില്ലാ സെക്രട്ടറി PA വാഹിദ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K. മുഹമ്മദ്, P. ബാലൻ, AV സന്ധ്യ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമ്മുക്കുട്ടി എടത്തോൾ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MT ഗീത, മണ്ഡലം പ്രസിഡന്റുമാർ, ചാലിശ്ശേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവാശ്ശേരി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ഇതോടെ നിളയോർ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.